എറണാകുളം കാലടി പൊതിയക്കരയിൽ വാട്ടർ ടാങ്ക് ശുചീകരിക്കാൻ കയറിയവർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. 6 പേർ വാട്ടർ ടാങ്കിന്റെ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം തുടരുന്നു. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, തേനീച്ച ഇപ്പോൾ ആക്രമണകാരിയായി പലയിടങ്ങളിലും ഇറങ്ങുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവരെ താഴേക്കിറക്കാനുള്ള ശ്രമങ്ങളൊക്കെ എവിടെ വരെ എത്തി? സുജിയ, കാലടിക്കടുത്ത് പൊതിയക്കരയിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ കുടിവെള്ള ടാങ്ക് ശുചീകരിക്കാൻ വേണ്ടി കയറിയതായിരുന്നു തൊഴിലാളികൾ. 4 തൊഴിലാളികളാണ് ഈ ടാങ്കിന് മുകളിലേക്ക് കയറിയത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവർക്ക് ടാങ്കിന് മുകളിൽ എത്തിയപ്പോൾ തന്നെ തേനീച്ചയുടെ കുത്തേറ്റു. അതിന് പിന്നാലെ നാട്ടുകാരെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് അവിടെ എത്തുകയും ചെയ്തു. തുടർന്ന് ഫയർഫോഴ്സിന്റെ ജീവനക്കാരും ഈ ടാങ്കിന്റെ മുകളിലേക്ക് കയറി. പക്ഷേ ഫയർഫോഴ്സ് ജീവനക്കാർക്കും കുത്തേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ 2 തൊഴിലാളികൾ താഴേക്ക് ഇറക്കിയെങ്കിൽ പോലും ഇപ്പോൾ 4 ഫയർഫോഴ്സ് ജീവനക്കാരും അതോടൊപ്പം തന്നെ 2 തൊഴിലാളികളും ഇപ്പോഴും മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ ടാങ്കിൽ വെള്ളമുണ്ട്. ഈ തേനീച്ചയുടെ കുത്തേൽക്കാതിരിക്കാൻ വേണ്ടി ഈ ജീവനക്കാരും അതോടൊപ്പം തന്നെ തൊഴിലാളികളും ഈ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ഈ ഹെൽമറ്റും മറ്റും ധരിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ തേനീച്ചയും മറ്റും പ്രതിരോധിക്കാനുള്ള ജാക്കറ്റുകളും മറ്റും മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സുകാർ മുകളിലേക്ക് എത്തിയിട്ടുമുണ്ട്. അവർ സുരക്ഷിതരാണ്. അല്പസമയത്തിനകം തന്നെ അവരെ താഴേക്ക് ഇറക്കാൻ കഴിയും എന്നാണ് ഈ നാട്ടിൽ നിന്നും പ്രദേശവാസികളടക്കം പറയുന്നത്. എന്തായാലും മണിക്കൂറുകളോളം ഇവർ ഈ ടാങ്കിന്റെ മുകളിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് മറ്റ് സുരക്ഷാ കവചങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് ആദ്യഘട്ടത്തിൽ കുത്തേറ്റു. പക്ഷേ പിന്നീട് വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അവർക്കും കുത്തേൽക്കുകയായിരുന്നു. എന്തായാലും 6 പേരെയും അല്പസമയത്തിനകം തന്നെ താഴേക്ക് ഇറക്കാൻ കഴിയുമെന്നാണ് പ്രദേശവാസികളും പോലീസും അറിയിക്കുന്നത്. സുജയ, കാലടി പൊതിയക്കരയിലാണ് തൊഴിലാളികൾക്ക് തേനീച്ച കുത്തേറ്റത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടന്നൂർ.